ശ്രീ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കണോമി പൊളിറ്റിക്സ് സൊസൈറ്റി എന്ന പേപ്പറിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 പൊളിറ്റിക്കൽ സിസ്റ്റം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം? പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ഫ്യൂഡൽ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഇത് ജനങ്ങൾക്കുള്ള അധികാരത്തെ നിയന്ത്രിക്കപ്പെടുകയും തൽഫലമായി രാജ്യത്ത് സാമൂഹ്യ ക്രമത്തിനുള്ള പ്രാധാന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെയാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശവാദവും സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യവും തുടങ്ങി മനുഷ്യരാശിക്ക് മെച്ചപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടുകയും മാത്രമല്ല കുറ്റകൃത്യങ്ങൾക്കും മറ്റും സാമൂഹ്യ ക്രമക്കേടുകൾക്കും ഓരോ വ്യക്തിക്കും രാജ്യത്തിന്റെ സുഖകരമായ സ്ഥിത ഉറപ്പുവരുത്തുന്നതിനുമായ നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. രാജ്യത്തിലെ എല്ലാ ജനങ്ങളും ഒരു നിശ്ചിത നിയമത്തിന് കീഴിൽ ഭരിക്കപ്പെടുകയും തങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളികളാകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യ വ്യവസ്ഥ. ഇത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ ഓരോ വ്യക്തിയും രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളികളാകുന്നു. ഓരോ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്ഥാപനങ്ങളും നിർമ്മിക്കപ്പെടുകയും ജനങ്ങൾ പലപ്പോഴും തങ്ങളുടെ അധികാരം രാഷ്ട്രീയ പാർട്ടികളോടായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ സിഗ്നിഫിക്കൻസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഗവേണൻസ് ആൻഡ് ഓർഡേഴ്സ് ആണ്. രാഷ്ട്രീയ സംവിധാനങ്ങൾ ഭരണത്തിന് ഒരു ചട്ടക്കൂടിലാണ് നിലനിൽക്കുന്നത്. സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും സാമൂഹ്യ ക്രമത്തിനും പരിപാലനത്തിനും ഉറപ്പു നൽകുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിലും നയങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതും നിയമങ്ങളും നടപടികളും സംവിധാനങ്ങളിലൂടെയുമാണ് സ്ഥാപിക്കപ്പെടുന്നത്. പവർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. അധികാര വിഭജനം ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. മാത്രമല്ല കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രത്യേക മേഖലയും ഇത് സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ഓരോ മേഖലയിലും പുരോഗതി കൈവരിക്കുകയും കൂടുതൽ ഫലവത്തായ വികസനം നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. എങ്ങനെ അധികാരം നൽകുന്നു എന്നതിന് വ്യക്തിയുടെ കഴിവും തീരുമാനമെടുക്കാനുള്ള ശേഷിയും കണക്കാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഗതാഗത മേഖലയിലെ, ടൂറിസം മേഖലയിലെ, വിദ്യാഭ്യാസ തുടങ്ങിയ അധികാരം ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത വ്യക്തികളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് റെപ്രസെന്റേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇത്തരം ജനാധിപത്യ വ്യവസ്ഥയിൽ പൗരന്മാർക്ക് ഭരണത്തിൽ പങ്കാളികളാകാനും നയങ്ങളും തന്ത്രങ്ങളും രൂപീകരിക്കുന്നതിന്റെ ഭാഗമാകാനും സാധിക്കുന്നുണ്ട്. ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരും തങ്ങളെ ഭരിക്കണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് പരോക്ഷമായ രീതിയിൽ നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നു. ഓരോ രാജ്യങ്ങൾക്കും ഓരോ വ്യവസ്ഥയും വ്യത്യസ്ത റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. ഓരോ ജനങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്വം സമൂഹത്തിൽ പെരുമാറേണ്ട രീതി എങ്ങനെയൊക്കെയെന്ന് ഇത്തരം ഭരണഘടനകൾ അനുശാസിക്കുന്നുണ്ട്. പോളിസി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. വെല്ലുവിളി നിറഞ്ഞ രാഷ്ട്രീയ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് തുല്യ നീതിയിലെ വസ്തുതകൾ വിതരണം ചെയ്യുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് ധാരാളം നടപടികളും പദ്ധതികളും നിലനിർത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളെ സാമൂഹ്യ ഉന്നമനത്തിനും സാമൂഹ്യ ഐക്യത്തിനും സമൂഹത്തിന്റെ പ്രതികരണത്തിനും സന്തുലിതാവസ്ഥ കൂടുതൽ പ്രാധാന്യം നൽകി. വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, സ്ത്രീകളും കുട്ടികളുള്ള സഹായം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ പദ്ധതി പ്രകാരം സമൂഹത്തിന്റെ താഴെക്കിടയിലിരിക്കുന്ന വ്യക്തികൾ സമൂഹത്തിന് ഉന്നതിയിലേക്ക് എത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യത ലഭിക്കാനും ഇത് കാരണമായി തീർന്നു. സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സാമൂഹ്യ മാറ്റത്തിനും പരിവർത്തനത്തിനും അടുത്ത ബന്ധമാണുള്ളത്. സാമൂഹ്യ നീതി, സമത്വം, മനുഷ്യാവകാശം എന്നിവയ്ക്ക് വാദിക്കാൻ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും അവർ ഒരു വേദി നൽകുകയാണ് ചെയ്യുന്നത്. വൈവിധ്യമായ വീക്ഷണങ്ങൾ ഉൾക്കൊള്ളുകയും സാമൂഹ്യ സഹകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും സമാധാനപരമായ ക്രിയാത്മകമായ സാമൂഹ്യ മാറ്റത്തിനും ഇത് സഹായിക്കുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങളുമായി ഇടപഴകുന്നതിലൂടെ പൗരന്മാർക്ക് അവരുടെ സമൂഹത്തിലെ ദിശയെ സ്വാധീനിക്കാനും നല്ല പരിവർത്തന സംഭാവന നൽകാനും കഴിയുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ നോക്കാം. പ്രധാനമായിട്ടും 3 സവിശേഷതയാണ് എടുത്തു പറയുന്നത്. ഒന്ന് സമഗ്രമായത്, ഒന്ന് പരസ്പര ആശ്രിതത്വം, പിന്നെ ഒന്ന് അതിർത്തി. സമഗ്രത എന്നത് സിസ്റ്റത്തിന്റെ സുഖകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഘടനയും ഉൾപ്പെടുത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഘടന നിലനിർത്താൻ സഹായിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ സമ്മർദ്ദങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. നിയമനിർമ്മാണം പോലുള്ള വിവിധ ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പൊതു സേവനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സമ്മർദ്ദം ചെലുത്തുന്ന ഗ്രൂപ്പുകൾ, കൂടാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വാധീനം ചെലുത്തുന്ന ബന്ധങ്ങള്, ജാതികള്, കലാപങ്ങള്, പ്രകടനങ്ങള്, പണിമുടക്കുകൾ, മറ്റു പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ നോക്കാം. ഓരോ സിസ്റ്റവും സാധാരണമായിട്ട് 4 പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒന്ന് പാറ്റേണുകൾ പരിപാലിക്കുകയും തലമുറകൾ ഉടനീളം മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയും കുടുംബം, വിദ്യാഭ്യാസം, മതം
സ്ഥാപനങ്ങള്, പാരമ്പര്യം എന്നിവയിലൂടെ ഇത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാരമ്പര്യം ലംഘിക്കുന്നവരെ നിയന്ത്രിക്കാനും അവരെ സംവിധാനത്തുള്ളിൽ നിലനിർത്താനും ഇവിടെ ശ്രമം നടത്തുന്നു. രാഷ്ട്രീയം സാമൂഹികമായി ക്രമം നിലനിർത്തുക, വിഭവങ്ങളുടെ സംഹാരം ആവശ്യമാണ് എന്നിങ്ങനെയുള്ള നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സിസ്റ്റം ലക്ഷ്യമിടുന്നു. എല്ലാ സിസ്റ്റത്തിനും വിവിധ റോളുകളുണ്ട്. അവിടെ അടുത്ത സഹകരണ സമിതിയും സിസ്റ്റത്തിന്റെ ഫലപ്രദമായ പ്രവർത്തനത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം, പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് ഒന്ന് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം പറയുന്നത് ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സ്വത്തും വിഭവങ്ങളും ഉൽപാദന മാർഗങ്ങൾ എന്നിവ സ്വന്തമാക്കാനും നിയന്ത്രിക്കാനും അവകാശമുണ്ട്. ഇത് സ്വകാര്യ സംരംഭത്തെ അനുവദിക്കുന്ന ഒന്നാണ്. മുതലാളിത്ത വിപണി ശക്തികളെ ആശ്രയിക്കുന്നു. അവിടെ വിലയും ഉൽപാദന വിതരണവും ഡിമാൻഡും അനുസരിച്ചാണ് നിർണയിക്കപ്പെടുന്നത്. ഈ സ്വതന്ത്രം മത്സരം സ്വമേധയുള്ള ഇടപാടുകളെയും ചരക്കുകളുടെയും സേവനങ്ങളുടെ കൈമാറ്റത്തെയുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മുതലാളിത്തത്തിൽ ലാഭം തേടുന്നത് ഒരു പ്രധാന ശക്തിയാണ്. ഡിമാൻഡുകളും ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ പരമാവധിയാക്കാനാണ് വ്യക്തികളും ബിസിനസ്സുകളും ശ്രമിക്കുന്നത്. അടുത്ത മുതലാളിത്തം വ്യക്തിഗത അവകാശങ്ങൾക്കും തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യത്തിനും ഊന്നൽ നൽകുന്ന ഒരു പ്രക്രിയയാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, വാങ്ങണം, വിൽക്കണം അവർ തിരഞ്ഞെടുക്കുന്നത് തൊഴിലുകളും പ്രവർത്തിക്കുന്നതും ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ടൈപ്പ് പറയുന്നത് സോഷ്യലിസം. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് തുല്യമായ വിതരണം. സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സമ്പത്തിന്റെ വിഭവങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം കൈവരിക്കാൻ സോഷ്യലിസം ലക്ഷ്യമിടുന്നു എന്നാണ്. വ്യക്തിഗത നേട്ടത്തെക്കാൾ കൂട്ടായ്മയുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുപോലെ സാമൂഹ്യ ക്ഷേമം, എല്ലാ പൗരന്മാരുടെയും ക്ഷേമവും അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ ആവശ്യങ്ങളും സേവനങ്ങൾ നൽകുന്നതിനും സോഷ്യലിസം പലപ്പോഴും മുൻഗണന നൽകുന്നതാണ്. സാമ്പത്തിക ആസൂത്രണം. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്ര ആസൂത്രണമോ സർക്കാർ ഇടപെടലോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. കമ്പോള ശക്തികളെ മാത്രമല്ല, സാമൂഹ്യ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിഭവങ്ങളുടെയും ഉൽപാദനവും വിനിയോഗവുമാണ് ഇതിന്റെ ലക്ഷ്യം. സഹകരണത്തോട് കൂട്ടായ ഉടമസ്ഥതയുമാണ് അടുത്തത്. സോഷ്യലിസ്റ്റ് എന്റർപ്രൈസിന്റെ സഹകരണം കൂട്ടായ ഉടമസ്ഥതയും പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ തൊഴിലാളിക്ക് തീരുമാനം എടുക്കുന്നതിനും അഭിപ്രായമുണ്ട്. ഇനി വർഗശ്രേണിയുടെ അഭാവം. സോഷ്യലിസം വർഗ വ്യത്യാസം ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. കൂടുതൽ സമത്വവും സാമൂഹ്യവും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. വ്യത്യസ്ത സാമൂഹ്യ സാമ്പത്തിക ഗ്രൂപ്പുകൾ തമ്മിൽ അസമത്വത ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യ നീതിക്കുള്ള ഊന്നൽ. വ്യവസായിക അസമത്വങ്ങൾ പരിഹരിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭവങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും അവസരങ്ങൾ നൽകാനും ലക്ഷ്യമിട്ട് സോഷ്യലിസം സാമൂഹ്യ നീതിക്ക് കൂടുതൽ ശക്തി നൽകുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് ഡെമോക്രസിയാണ്. ഒരു സമൂഹത്തിന് വ്യക്തികളുടെ പങ്കാളിത്തം, പ്രാതിനിധ്യം, ശാക്തീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഭരണത്തിന്റെ വിപുലമായ രീതിയാണ് ജനാധിപത്യം. ജനങ്ങൾക്കിടയിൽ അധികാരം വിതരണം ചെയ്യപ്പെടുന്നതാണ് ഇതിലൂടെ പറയുന്നത്. ഇതിന് ധാരാളം നിയമങ്ങളും നിയമ ചട്ടക്കൂടുകളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. അത് ഫസ്റ്റ് പറയുന്നത് ജനകീയ പരമാധികാരം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരം ജനങ്ങളുടെ കൈയിലാണ്. അവർക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കെടുക്കാനും അവരുടെ നേതാക്കളെ ഉത്തരവാദിത്വമുള്ളവരാക്കി തീർക്കാനുമുള്ള അവകാശമുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും മാനിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ ഇച്ഛാശക്തി പൊതുനയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ജനകീയ പരമാധികാരം ഉറപ്പാക്കണം. ഇന്നത്തെ രാഷ്ട്രീയ സമത്വം. രാഷ്ട്രീയ സമത്വത്തിന്റെ തത്വം ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നു. അവിടെ ഓരോ വ്യക്തിക്കും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കാൻ തുല്യ അവസരമാണുള്ളത്. അവരെ സാമൂഹ്യ നില, വംശം, ലിംഗഭേദം അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും മത്സരിക്കാനുമുള്ള അവകാശമുണ്ട്. മൂന്നാമത് പറയുന്നതിൽ നിയമവാഴ്ചയാണ്. നിയമവാഴ്ച ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും നിയമത്തിന് വിധേയരാണെന്നും അത് അനുസരിക്കണമെന്നുമാണ് ഇതിലൂടെ പറയുന്നത്. ആരും നിയമത്തിന് അതീതരല്ല. നിയമ നടപടികൾ ന്യായവും സുസ്ഥിരവും നിഷ്പക്ഷവുമായിരിക്കണം. നിയമവാഴ്ച ഉത്തരവാദിത്വം ഉറപ്പാക്കണം. വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കുകയും നീതിയുക്തമായ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനടുത്ത് മനുഷ്യാവകാശ സംരക്ഷണം. ജനാധിപത്യ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുകയും വിവിധ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ഗ്രൂപ്പുകൾ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും അത് വിലമതിക്കപ്പെടുന്നതാണ്. ഇനി ടൈപ്പ് ഓഫ് ഡെമോക്രസി. അതിൽ ഫസ്റ്റ് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. അതായത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യത്തിൽ ഏറ്റവും സാധാരണമായ രൂപമാണ് പ്രാതിനിധ്യ ജനാധിപത്യം. ഈ സമ്പ്രദായത്തിൽ പൗരന്മാർ തനിക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ പ്രതിനിധികൾ സാധാരണയായി നിയമനിർമ്മാണ സ്ഥാപനങ്ങളെ ക്രമീകരിച്ച് നിയമങ്ങളും നയങ്ങളും നിയന്ത്രണങ്ങളും വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പാണ്. നീതിയുക്തവും സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലൂടെ പൗരന്മാർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട പ്രതിനിധികളെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അടുത്തത് അധികാര വിഭജനം. ഗവൺമെന്റിന്റെ അധികാരം എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ വിവിധ ശാഖകളിൽ വിഭജിച്ചിട്ടുണ്ട്. അധികാരം സുഖകരമായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഭേദഗതികൾ. രാഷ്ട്രീയ പാർട്ടികൾ പ്രാതിനിധ്യ ജനാധിപത്യ രാജ്യങ്ങൾ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. വ്യത്യസ്ത ആശയങ്ങളെ പ്രതിനിധീകരിക്കാനും തിരഞ്ഞെടുപ്പ് സ്ഥാനങ്ങൾക്കായി മത്സരിക്കപ്പെടുന്നു. പ്രത്യേക ഗ്രൂപ്പിന്റെ തത്വങ്ങളെയും പ്രത്യേക ശാസ്ത്രങ്ങളും പിന്തുടർന്നാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവകാശം നിലനിർത്തുന്നതിനും അവരുടെ ബഹുമാനം നിലനിർത്തുന്നതിനും ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യം മുൻഗണന നൽകുന്നു. അടുത്ത ടൈപ്പ് ഡയറക്ട് ഡെമോക്രസി. നേരിട്ടുള്ള ജനാധിപത്യം തീരുമാനമെടുക്കാനുള്ള അധികാരം നേരിട്ട് പൗരന്മാരുടെ കൈകളിൽ സ്ഥാപിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഈ രൂപത്തിൽ ന്യായപരമായ കാര്യങ്ങളിൽ നിയമനിർമ്മാണത്തിനും തീരുമാനം എടുക്കുന്ന പൗരന്മാർ നേരിട്ട് പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് ഒന്ന് പൗര പങ്കാളിത്തം. നേരിട്ടുള്ള ജനാധിപത്യം തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ സജീവ പൗരന്റെ പങ്കാളിത്തത്തിന് ഊന്നൽ നൽകുന്നു. നയങ്ങൾ നേരിട്ട് നിർദ്ദേശിക്കാനും ചർച്ച ചെയ്യാനും വോട്ട് ചെയ്യാനും അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. വിവര വ്യാപനം. നേരിട്ടുള്ള ജനാധിപത്യം അറിവോടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പൗരന്മാർക്ക് കൃത്യവും സമഗ്രവുമായ വിവരങ്ങളും പ്രവേശനവും നിർണായകമാണ്. ഇതിനടുത്ത സമയവും വിഭവശേഷിയും. നേരിട്ടുള്ള ജനാധിപത്യത്തിന് കാര്യമായ സമയവും വിഭവങ്ങളും ഉയർന്ന തരത്തിലുള്ള നാഗരിക ഇടപെടലുകളും ആവശ്യമാണ്. ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തെ അനുബന്ധം. നേരിട്ടുള്ള ജനാധിപത്യം പലപ്പോഴും പ്രാതിനിധ്യ ജനാധിപത്യത്തെ അനുബന്ധവുമായി ഉപയോഗിക്കുന്നു. മൊത്തത്തിലുള്ള പ്രാതിനിധ്യ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ടും നിർദ്ദിഷ്ട വിഷയങ്ങളിൽ നിന്നും നേരിട്ട് അഭിപ്രായം പറയാൻ പൗരന്മാരെ അനുവദിക്കുന്നു. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. പ്രാദേശിക കമ്മ്യൂണിറ്റികൾ മുതൽ ദേശീയ ഭരണം വരെയുള്ള വിവിധ തലങ്ങളിൽ പൗരന്മാരുടെ ഇടപെടലുകളും തീരുമാനങ്ങളും പ്രക്രിയകളും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിന് പങ്കാളിത്ത ജനാധിപത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് തീരുമാനങ്ങൾ ഉൾക്കൊള്ളലാണ്. പങ്കാളിത്ത ജനാധിപത്യ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളും ലക്ഷ്യങ്ങളും കൂടുതൽ ഉൾക്കൊള്ളുന്ന തുല്യമായ ഒരു സാമൂഹ്യ സ്ഥിതി വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പൗരവിദ്യാഭ്യാസം ഇടപെടലുകളും. പൗരവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും പ്രക്രിയകളും പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങളെ കൂടുതൽ പങ്കാളികളാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി അടുത്തത് പങ്കാളിത്ത ജനാധിപത്യം പലപ്പോഴും പൗരസഭകള്, പബ്ലിക് കൺസൾട്ടേഷനുകൾ, ചർച്ചകളെ സമവായ രൂപങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ചർച്ചാ വേദിയായിട്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പങ്കാളിത്ത ജനാധിപത്യം വ്യക്തികളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെ ശക്തികളെയും അവരുടെ സ്വന്തം കാര്യങ്ങളെ അവർക്ക് കൂടുതൽ നിയന്ത്രണവും നൽകുന്നതാണ്. അടുത്ത ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് പറഞ്ഞത് തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് ഒരു മുഖ്യ കണ്ണിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ അവരെ ഭരിക്കുന്ന അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നതാണിത്. ഇവിടെ രാജ്യത്തെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്നെല്ലാം നിശ്ചയിക്കപ്പെടുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും രാജ്യത്ത് ഭരണം മാറിക്കൊണ്ടിരിക്കും. ഇത്തരം മാറ്റം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് സാധ്യമാക്കുന്നത്. ഓരോ 18 വയസ്സ് തികഞ്ഞ പൗരനും തന്റെ വോട്ടവകാശത്തിലൂടെ ജനങ്ങളും ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാർവത്രിക വോട്ടവകാശം. ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിൽ യോഗ്യരായ എല്ലാ പൗരന്മാർക്കും അവരുടെ ലിംഗഭേദം, വംശം, മതം അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ നില എന്നിവ പരിഗണിക്കാതെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നതാണ് സാർവത്രിക വോട്ടവകാശത്തിലൂടെ പറയുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പാണ്. ബലപ്രയോഗം, വഞ്ചന, കൃത്രിമത്വം എന്നിവയില്ലാതെ തുറന്നതും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് രീതി നിലനിർത്തുന്നു എന്നാണ്. രാഷ്ട്രീയ പ്രചരണങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും അവരുടെ ആശയങ്ങളും നയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പൊതുജന പിന്തുണ നേടിയെടുക്കുന്ന പ്രവണതയാണിത്. പിന്നെ നാലാമതായിട്ട് പറഞ്ഞ ഇലക്ട്രൽ സമ്പ്രദായങ്ങളാണ്. ആനുപാതിക പ്രാതിനിധ്യം അല്ലെങ്കിൽ ഭൂരിപക്ഷ സമ്പ്രദായം പോലുള്ള വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ വോട്ടുകൾ എന്നിങ്ങനെ സീറ്റുകളിലേക്കോ അധികാര സ്ഥാപനങ്ങളിലേക്കോ ഉള്ള മാറ്റത്തെയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളാണ്. അടുത്ത ജനാധിപത്യ സ്ഥാപനം എന്ന് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളാണ്. വ്യക്തിഗത ആശയങ്ങൾ, താല്പര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളും നിർണായക ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ.
നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വോട്ടർമാരെ അണിനിർത്തുന്നതിനും പൗരന്മാർക്ക് രാഷ്ട്രീയ പ്രക്രിയയെ പങ്കാളിലാക്കുന്നതിനുമാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട റോളുകൾ എന്ന് പറയുന്നത് ഒന്ന് പ്രാതിനിധ്യം. രാഷ്ട്രീയ പാർട്ടികൾ പൗരന്മാർക്ക് അവരുടെ രാഷ്ട്രീയ മുൻഗണനകൾ പ്രകടിപ്പിക്കുന്നതും അവരുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും പങ്കിടുന്ന ഒരു പ്രാതിനിധ്യ തിരഞ്ഞെടുപ്പ് വാഹനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് നയരൂപീകരണം. സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഹാരങ്ങൾക്കായി വാദിക്കുന്ന പാർട്ടികൾ അവരുടെ അജണ്ടകൾ എന്നിവ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണിത്. ഇനി അടുത്തത് പരിശോധനകളും ബാലൻസുകളും. സർക്കാരിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയും സുതാര്യമായ ഉത്തരവാദിത്വം, മനുഷ്യാവകാശം, സംരക്ഷണം എന്നിവയെല്ലാം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ അടുത്ത സാമൂഹ്യ ഐക്യം നിലനിർത്തുക എന്നതാണ്. ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത ആചാരങ്ങളും സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും പിന്തുടരുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യം കെട്ടിപ്പടുക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സവിശേഷതയാണ്. പിന്നെ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ഫാസിസമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിലും ജർമ്മനിയിലും സ്വേച്ഛാധിപത്യമായ ഒരു രൂപമായിരുന്നു ഫാസിസം ഉയർന്നു വന്നത്. എതിർപ്പും സ്വേച്ഛാധിപത്യ ഭരണവും കർശനമായ സാമൂഹ്യം സാമ്പത്തികമായ നിയന്ത്രണം എന്നിവയാണ് ഇതിന്റെ സവിശേഷത. ശക്തമായ ദേശീയത, തീവ്ര സ്വേച്ഛാധിപത്യം, ശക്തമായ ദേശീയത, തീവ്ര സ്വേച്ഛാധിപത്യം, സൈനികവൽക്കരണം, ലിബറലിസത്തോടുകൂടി മാർക്സിസത്തോടുകൂടിയ ശത്രുത എന്നിവയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഫാസിസം രാജ്യസ്നേഹത്തിന്റെയും ഭരണകൂടത്തോടും അതിന്റെ ജനങ്ങളോടും വിശ്വസ്തതയും മറ്റും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് പലപ്പോഴും ദേശീയവും വംശീയവുമായ മേൽക്കോമയെ വികാരം കൊള്ളിക്കുന്ന ഒന്നാണ്. മറ്റേതായിട്ട് അധികാരം ഒരു ചെറിയ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് അടിച്ചമർത്തപ്പെടുകയും സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് പലപ്പോഴും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനടുത്ത സൈന്യത്തിന്റെ പങ്ക്, പിന്നെന്താ കോർപ്പറേറ്റിസം, ഏകകക്ഷി സംവിധാനം, ജനാധിപത്യ പ്രക്രിയകൾ ഒഴിവാക്കി രാഷ്ട്രീയ, സാമ്പത്തികവും സാമൂഹ്യ ന്യായങ്ങൾ നിർദ്ദേശിക്കാനാണ് ഇത്തരം ഭരണകൂടങ്ങളെ ശ്രമിക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഇതിന്റെ സ്റ്റേറ്റിന്റെ സോഷ്യൽ ഫാസിസം ആണ്. 1926 ഒക്ടോബറിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും നിരോധിച്ചു. 1926 കൂടി വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ സംസ്ഥാനത്തെ സുരക്ഷക്കാണ് ഇത്തരം സ്വേച്ഛാധിപത്യം മുൻഗണന നൽകിയത്. പിന്നെ സ്വകാര്യ മൂല്യധനത്തിന് പ്രാധാന്യം നൽകി. സാങ്കേതിക വിദ്യയിൽ കാര്യമായ മാറ്റമുണ്ടായി. 1929 എല്ലാ സെക്രട്ടറി സ്കൂളിലും മതപഠനം നിർബന്ധമാക്കി. പിന്നെ കത്തോലിക്ക സഭയുടെ ഉയർച്ചക്ക് ഇത് കാരണമായി. ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ, ബ്യൂറോക്രസി, സൈന്യം എന്നിവയിൽ സ്വയം ഭരണാധികാരം നിലനിർത്തി പോന്നു. 1933 മാർച്ചിൽ പ്രാപ്തമായ നിയമം ഇറ്റലിയുടെ സ്വേച്ഛാധിപത്യത്തിന് നിയമപരമായ അടിസ്ഥാനം നൽകി. നിയമനിർമ്മാണം അധികാരം എക്സിക്യൂട്ടീവിലേക്ക് മാറ്റി. ഭരണപരമായ മൗലിക ആവശ്യങ്ങൾ അടിച്ചമർത്തി. നിയമവ്യവസ്ഥ എന്ന ആശയം നേതാവിന്റെ ഭരണം എന്നാക്കി. ഫ്യൂറൽ എന്ന ആശയം ഭരണഘടനയുടെ ഭാഗമായി. സ്വതന്ത്ര ജുഡീഷ്യറി ഇല്ലാതായി. ഫാസിസം തകർക്കുന്ന പത്രങ്ങളും മറ്റു മാധ്യമങ്ങളെയും ഇല്ലാതാക്കി. ഫാസിസത്തിന് വിരുദ്ധമായ കലകളും സാഹിത്യങ്ങളും നിരോധിച്ചു. സമൂഹത്തിൽ പുരുഷാധിപത്യത്തിന് മുൻഗണന നൽകുകയും സ്ത്രീകളോടും കുട്ടികളോടും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ജൂതന്മാരെ പഠിപ്പിക്കുന്നതിൽ നിന്നും വിലക്കി. 1938 നവംബറിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ വംശീയ ജൂതവിരുദ്ധ നിയമങ്ങൾ നിലവിൽ വരികയും ചെയ്തു. ഇതൊക്കെയാണ് ഫാസിസത്തിന്റെ പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റങ്ങൾ. യൂറോപ്പിലും ഇറ്റലിയിലുമെല്ലാം ഫാസിസം ഉയർന്നു വന്നിട്ടുണ്ട്. യൂറോപ്പിൽ പ്രധാനമായിട്ടും ഒന്നാം ലോക മഹായുദ്ധത്തിനും ശേഷമാണ് ജർമ്മനിയിലും ഇറ്റലിയിലും പാരീസിലും സമാന ഉടമ്പടികൾ വഞ്ചിക്കപ്പെട്ടതായിട്ട് തോന്നിയിട്ട് ഫാസിസം നിലയിൽ വരുന്നത്. ഇത് തൊഴിലില്ലായ്മ, പണിമുടക്കുകൾ, കലാപങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളെ ഫലപ്രദമായി നേരിടാൻ കഴിയാതെ അസ്ഥിരമായ ഒരു പാരമ്പര്യം ഇറ്റലിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധസമയത്ത് സാധാരണമായ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക ശ്രദ്ധ പൂർത്തീകരിക്കാതെ ഈ ഒരു പ്രക്രിയ പലപ്പോഴായിട്ട് നീരസം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് പല ബിസിനസ് സമ്പ്രദായങ്ങളും യൂറോപ്പിൽ ഉയർന്നു വരികയും അവർ അധികാരം കൈക്കൊള്ളുകയും അങ്ങനെ ഒരു ഫാസിസം ഉയർന്നു വരുന്നതിന് കാരണമായത്. അതുപോലെ തന്നെയാണ് ഇറ്റലിയിലും ഇത്തരം യുദ്ധപരമായ ഭീഷണികൾ നേരിട്ടതിനെ തുടർന്നാണ് ഒരു സ്വേച്ഛാധിപത്യ ഭരണം നിലവിൽ വന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ ഇന്ന് ചർച്ച ചെയ്തത് നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ സവിശേഷതകൾ, അതിന്റെ ഫങ്ഷൻസ്, പിന്നെ അതിന്റെ ടൈപ്പ് എന്താണ്, പിന്നെ ഡെമോക്രസി അതിന്റെ ടൈപ്പ് എന്താണ്, അത് സമൂഹത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും, പിന്നെ ഫാസിസം അത് എങ്ങനെ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കി, അത്
ഓരോ കൺട്രിയിലും എങ്ങനെ ഉൾത്തിരിഞ്ഞു വന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു യൂണിറ്റ് കാണാം. താങ്ക് യു.